ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാർ നടക്കുമോ? അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയന്റെ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് കൈകൾ തമ്മിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ലോകത്തിന് മുമ്പിൽ ഒരു സന്ദേശം നൽകിയപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ ആ കരാറിൽ ഏർപ്പെട്ടപ്പോൾ ആ കരാറിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഒരാൾ രംഗത്തെത്തിയിരുന്നു, ഒരു പൊളിറ്റിക്കൽ പാർട്ടി രംഗത്തെത്തിയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. അല്ല, നമ്മുടെ രാജ്യത്തെ കിടുകിട വിറപ്പിക്കുന്ന നരേന്ദ്രമോദിയെ പോലും മുൾമുനയിൽ നിർത്താൻ കെൽപ്പുള്ള, നമ്മുടെ രാജ്യത്തെ മാത്രമല്ല അമേരിക്കയിലെയും അല്ലെങ്കിൽ ഏതൊരു സ്വേച്ഛാധിപതിയെ പോലും ഒരു നോട്ടം കൊണ്ടുപോലും വിറപ്പിക്കാൻ സാധിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. CPM പറയുന്നത് ഈ കരാർ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അടിയറവ് വയ്ക്കുന്നതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. The Politburo of the Communist Party of India opposes the India-EU Free Trade Agreement signed today. This agreement represents a wholesale surrender of India's economic interest to the European Union. The CPIM demands that the government place the full text of the India-EU FTA before the upcoming budget session of Parliament and ensure a thorough discussion എന്നാണ് CPM ഇപ്പോൾ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ഡിസ്കഷൻ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ വേണം ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെ കുറിച്ചെന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ CPM കച്ചകെട്ടി ഇറങ്ങിയ ഈ സാഹചര്യത്തിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം. 99.9% ഇന്ത്യ പിന്മാറാനുള്ള സാധ്യതയാണ് CPM അണികൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.